നമ്മൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഒരു ഉരുവിനെ അറുത്തിട്ട് ആ ഇറച്ചിയെല്ലാം കൂടി കൊണ്ടുപോയിട്ട് നമ്മൾ കുറേ പിന്നെ പ്രയാസപ്പെടുന്ന ആൾക്കാരുള്ള മേഖലകളിലേക്ക് ഒരു വണ്ടി എടുത്ത് പോയിട്ട് അവിടേക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാലോ. ഇത് ഉളുഹിയത്തിൻ്റെ മാത്രമല്ല, ശരിക്കും നമ്മൾ ഇറച്ചി ചാരിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ അല്ലെങ്കിലും ഒരു ഹൈലി റെക്കമെൻഡഡ് ആയൊരു കാര്യമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എപ്പോഴാണെങ്കിലും ഇപ്പം നമ്മളെ വീട്ടിൽ ഇറച്ചി ഉണ്ടെങ്കിൽ നമ്മൾ ഒരു അറുക്കുക എന്ന് പറഞ്ഞാൽ അറവ് എന്ന് പറഞ്ഞാൽ ശരിക്കും പെരുന്നാളിന് മാത്രമല്ലല്ലോ നടക്കുക. നമ്മൾ എപ്പോൾ അറുത്താലും അതിന് സാധുക്കളെ പരിഗണിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വളരെ മനോഹരമായ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ പിന്നെ ഇമാം അത്തിർമിദി രേഖപ്പെടുത്തുന്ന ഒരു നിവേദനത്തിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിൽ ഒരു ആടിനറുത്തിട്ട് നബി പോയി. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അത് പ്രിപ്പയർ ചെയ്യാണ്, പിന്നെ ഇറച്ചിയും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാണ്. അത് കുറച്ച് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി ചോദിക്കുന്നുണ്ട്, പിന്നെ എന്താ ബാക്കിയുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ബാക്കിയുള്ളതെന്ന് നബി ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അത് കൊടുക്കണം എന്നുള്ളത് അതിൽ അണ്ടർസ്റ്റുഡ് ആണ്. നമ്മളെ വീട്ടിൽ എന്തെങ്കിലും നടത്താൽ പാവങ്ങൾക്ക് കൊടുക്കണം. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒരു ഷോൾഡർ മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞു, അതായത് പാവങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞു, സ്വതക്കായിട്ട് കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയല്ല, അത് മാത്രമേ ബാക്കിയല്ലാത്തതുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ശരിക്ക് ഭയങ്കര ആഴമുള്ളൊരു പ്രസ്താവനയാണത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, അതായത് നമ്മളാ കൊടുത്തതാണ് നമ്മൾക്ക് ബാക്കിയായത്. നമ്മൾക്ക് ബാക്കിയാക്കിയ ഇതുണ്ടല്ലോ ഈ ഷോൾഡർ, അതാണ് ബാക്കിയല്ലാത്തത്. അപ്പോൾ അതായത് പരലോകത്ത് പറ്റാനാണല്ലോ കൂലി കിട്ടുന്നത്, അതിനാണല്ലോ പ്രതിഫലം കിട്ടുന്നത്, അതാണല്ലോ ബാക്കി ആവണത്. അതെ, പ്രാധാന്യം കൊടുത്തത്. അതിപ്പോൾ ഇമാം നബവി, നബവി ഒക്കെ അവരെ ഈ ഹദീസുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ ഉലുഹിയത്തുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യം അതാണ്, നമ്മൾ തിന്നണേനേക്കാൾ കൊടുക്കുക എന്നുള്ളൊരു പ്രിൻസിപ്പിൾക്ക് നമ്മൾ വരിക എന്നുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ കൊടുത്തതാണ് ബാക്കിയാവണത്, ശരിക്കും നമ്മൾക്ക് കിട്ടണത്, അല്ലാതെ നമ്മൾ എടുക്കണതല്ല എന്നുള്ളൊരു തത്വം നമ്മളതിൽ ഓർത്ത് വെക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആത്മാവെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ്.